നമസ്കാരം, ഡ്രൈമോട്ടോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആദർശ് ഇന്ന് എത്തിയിരിക്കുന്നത് ഈ MG കോമറ്റിൻ്റെ യൂസർ റിവ്യൂമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ MG കോമറ്റ് യൂസ് ചെയ്ത ഒരു യൂസറിനോട് ചോദിക്കുന്നു എന്തൊക്കെയാണ് ഈ വാഹനത്തിലുള്ള പ്രത്യേകത. നിങ്ങൾക്കറിയാം, ഞാൻ സ്ഥിരമായി യൂസർ റിവ്യൂ ചെയ്യുന്ന അതേ സ്റ്റൈലിൽ തന്നെയാണ്. ആൻഡ് മോറോവർ ആരൊക്കെ ഈ വണ്ടി എടുക്കണം, എന്തിനെടുക്കണം, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് പറ്റിയത്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ കവർ ചെയ്യും. പിന്നെ ഈ വാഹനം ഉപയോഗിച്ചിട്ട് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ ഇതുവരെ കമ്പനി പറഞ്ഞ എല്ലാ കാര്യങ്ങളും കമ്പനി ചെയ്യുന്നുണ്ടോ, ആ പ്രോമിസസ് എല്ലാം കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ വണ്ടി തന്നിരിക്കുന്നത് കുര്യൻ ചേട്ടനാണ്. കുര്യൻ ചേട്ടനെ ഡ്രൈമോട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ കുര്യൻ ചേട്ടന് ഈ വണ്ടി അല്ലാതെ വേറെ ഏത് വാഹനമാണ് ഉപയോഗിക്കാറുള്ളത്? എനിക്കൊരു ബലീനോ ഉണ്ട്, പിന്നെ ഇതും ഒരു ബൈക്കും ഉണ്ട്. ഇതൊരു ബൈക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ചേട്ടൻ സ്ഥിരമായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാഹനം ബലേനോ ആണ്. പിന്നെ ബലേനോ അല്ലാതെ ഈ ഒരു ബൈക്കുണ്ട്, പിന്നെ ഈ ഒരു വാഹനമുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് പിന്നെ അല്ലാതെ വേറെ വാഹനങ്ങളുണ്ടായിരുന്നോ? ഇതിന് മുമ്പ് ഒരു ഓൾട്ടോ ഉണ്ടായിരുന്നു. ഓക്കെ, അത് കൊടുത്തിട്ടാണ് ഇതെടുത്തത്. ഓക്കെ, അപ്പോൾ കുര്യൻചേട്ടാ, ഈ വണ്ടിയുടെ വേരിയൻ്റ് ഏതാണ്? ഇത് പ്ലസ് വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻ്റ് ആയിരുന്നു എടുത്ത സമയത്ത്. ടോപ്പ് വേരിയൻ്റ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ എക്സിക്യൂട്ടീവ്, പിന്നെ എക്സൈറ്റ്, അങ്ങനെ എക്സ്ക്ലൂസീവ് എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. സോ ഇതിലിപ്പം ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള വാഹനമാണിത്. ഇപ്പോൾ എടുത്തിട്ട് എത്ര കാലമായി? എടുത്തിട്ട് ഇപ്പോൾ 6 മാസം ആകുന്നു. 6 മാസം ആവുന്നു. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 2600 ഓടി. 2600. അപ്പോൾ ഈ വേരിയൻറ്റിന് അന്ന് എടുത്തപ്പോൾ എത്രയാണ് ഓൺ റോഡ് പ്രൈസ് ആയിരുന്നു? ഓൺ റോഡ് ഈ ആക്സസറി പാക്ക്, സ്റ്റിക്കേഴ്സ്, സീറ്റ് കവർ എല്ലാം ചേർത്ത് 9.7 lakhs ആണ്. 9.7 lakhs എല്ലാം കൂടി ചേർത്ത്. അപ്പോൾ ഇതെങ്ങനെ അഡീഷണലി നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് പേ ചെയ്യുകയാണോ, ഓർ ഇത് നമുക്ക് ഓപ്ഷണലാണോ? ഇതെല്ലാം ഓപ്ഷണലാണ്. ഇതിപ്പം ഇതിനകത്ത് ഈ ലെറ്ററിങ്, ഈ സൈഡ് ഗാർണിഷസ് എല്ലാം, സീറ്റ് കവർ എല്ലാം കൂടി ഒരു പാക്ക് ഉണ്ടായിരുന്നു, ആക്സസറി പാക്ക് ഉണ്ടായിരുന്നു. ആ പാക്കാണ് വെച്ചത്. ഓക്കെ, അതിലെല്ലാം ഉണ്ട്. അപ്പോൾ അല്ലാതെ ടോപ്പ് വേരിയൻ്റ് ഇത് ആക്സസറീസ് ഒന്നും ഇല്ലാത്തൊരു റേറ്റ് ആണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 30 എങ്കിലും കുറയും. ഓക്കെ. പിന്നെ അടുത്ത നടുക്കൊരു ആംറെസ്റ്റും കൺസോളും വെച്ചത്, അതിനും ഒരു 16 ആവും. ഓക്കെ. സോ നമ്മൾ ഈ ഒരു പാക്കോട് കൂടി എടുത്ത റേറ്റാണ് ചേട്ടൻ പറഞ്ഞത് 9.7 lakhs ആണ് അന്ന് ചേട്ടൻ ഒരു 6 മാസം മുമ്പ് ഒരു ടോപ്പ് വേരിയൻ്റ് പ്രൈസ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു റേഞ്ച് പറഞ്ഞാൽ എത്രയാണ് കമ്പനി പ്രോമിസ് ചെയ്യുന്നത്? 230 ആണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ 230 കിട്ടും. ഓക്കെ, അത് നമ്മുടെ കാറിൽ പറയുന്ന അതേ സാധാരണ വണ്ടികളിൽ പറയുന്ന മൈലേജ് പോലെ തന്നെയാണ്. പക്ഷേ പെട്രോൾ, ഡീസൽ, IC വണ്ടികളെക്കാട്ടിലും കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ് ഡ്രൈവിംഗ് സ്റ്റൈൽ വേഴ്സസ് മൈലേജ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ AC മിനിമൽ യൂസേജ്, വളരെ ലൈറ്റ് ഫുട്ടഡ് ഡ്രൈവിംഗ് ആണെങ്കിൽ ഈ പറഞ്ഞ 230 കിട്ടും. ഓക്കെ. പക്ഷേ നമ്മൾ പെട്ടെന്ന് സഡൻ ആക്സലറേഷൻ, ബ്രേക്കിംഗ്, റീജനറേഷൻ കുറച്ച് വെക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 230 എന്ന് പറയുന്നത് നേരെ ഒരു 150 വരെ കുറയാം. ഓക്കെ, 150 വരെ കുറയുള്ളൂ. പക്ഷേ അതിൽ താഴെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇച്ചിരി ഹെവി ഫുട്ടഡായിട്ട് ഓടിച്ചാലും 150 ഒക്കെ എന്തായാലും. ഓക്കെ, ചേട്ടൻ എങ്ങനത്തെ ഡ്രൈവുകളാണ് കൂടുതൽ ചെയ്യാറ്? ഇപ്പോൾ സിറ്റി ഡ്രൈവ് ആണോ, ഓർ ലോങ് ഡ്രൈവ് ആണോ പോവാറ്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂസ്? അതോ രണ്ടും കൂടി മിക്സ് ആണോ? സിറ്റിയാണ്, പ്യുവർ സിറ്റീസ്. ഇത് കമ്പനി പോലും ഞങ്ങൾക്ക് ടെസ്റ്റ് കൊണ്ടുവന്ന ആൾ തന്നെ പറഞ്ഞത്, ഇഫ് യുവർ പ്ലാൻ ഇസ് ടു ഗോ ഫോർ എ ലോങ് ഡ്രൈവ്, ദിസ് ഇസ് നോട്ട് ദി കാർ. കാരണം ഇതിപ്പോൾ 230 കിലോമീറ്റർ ഓടും. പിന്നെ ചാർജിങ്, ഇതിപ്പം പ്രീവിയസ് വേരിയന്റിൽ ചാർജിങ് സ്ലോ ചാർജിങ് ആണ്. അതായത് ഒരു 7 മണിക്കൂറോളം എടുക്കും ഫുൾ ചാർജ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇവരിപ്പം മാർച്ച് തുടങ്ങി ഇറക്കിയ വേരിയന്റിൽ കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഈ 7 മണിക്കൂറിനുള്ളത് 3.5 മണിക്കൂർ. അതെ, സ്റ്റിൽ സിഗ്നിഫിക്കന്റ്. എന്നാലും 3.5 മണിക്കൂറാണ്. അപ്പം ഇതിപ്പം നോർമൽ ഈ വണ്ടിയിലൊക്കെ അന്ന് 7.5 മണിക്കൂറാണ് ഇതിന്റെ ചാർജിങ് വരുന്നത് അല്ലേ? ഓക്കെ, അതിപ്പോൾ ഏത് വേരിയന്റ് ആയിരുന്നാലും സെയിം ആണ്, അതിൽ വ്യത്യാസം. മാക്സിമം ടൈം 7. അതെങ്ങനെയാണ്? 0 to full ആണ്? 0 to full. ഓക്കെ, അപ്പം അല്ലാതെ ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് ചാർജ് ഉണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ച് കുറയും. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? ഇത് ഫുൾ ചാർജും തീർത്താണോ എടുക്കുന്നത്, ഓർ അത് ഏകദേശം ആവുമ്പോൾ ചാർജ് ചെയ്യാണോ, എങ്ങനെയാണ്? ഞാനൊരു 20% ആകുമ്പോഴത്തേക്ക് ചാർജ് ചെയ്യാൻ താഴെ കൊണ്ടുപോകാറില്ല. 20 ആകുമ്പോൾ ഇത് വാണിംഗ് പറഞ്ഞു തുടങ്ങും. ഓക്കെ,
അപ്പോൾ തന്നെ ചാർജ് ഇടാം. അപ്പോൾ അത് എത്ര സമയം വരെയാണ്? മീൻസ് നൈറ്റ് ഇട്ടിട്ട് രാവിലെ ആകുമ്പോൾ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ആവുന്നില്ല, ജോലിക്ക് പോയി വന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ പോകാം. ഓക്കെ, സോ അപ്പോൾ ഇതിനിപ്പോൾ ചേട്ടൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഇപ്പം 200 റേഞ്ചിന് കിട്ടുന്നുണ്ട്. ഓക്കെ, സിറ്റി റൈഡാണ് കൂടുതലും പോകുന്നത്, അതിന് ഈ ഒരു റേഞ്ച് കിട്ടുന്നത്. അത് കീസ് നമ്മൾ ലൈറ്റ് ഫുട്ടായിട്ട് ഓടിക്കണം. പിന്നെ റീജനറേഷൻ മാക്സിമം ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ റീജനറേഷൻ യൂസ് ചെയ്യാതെ ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റീജനറേഷൻ 3 മോഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഡ്രൈവ് മോഡും 3 ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എക്കോ മോഡ് ഡ്രൈവും ഹെവി റീജനറേഷൻ ഇട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എഫക്റ്റീവ്ലി നമുക്ക് കുറച്ച് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള റോഡ് കണ്ടീഷൻസ് ആണെങ്കിൽ ബ്രേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആക്സിലറേറ്റർ എടുക്കുമ്പോൾ റീജൻ കിക്കും ചെയ്യും. ഇറ്റ് ഈസ് ലൈക്ക് ബ്രേക്ക്. പക്ഷേ അപ്പം റീജനറേഷൻ കുറച്ചിടേണ്ട സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ബ്രേക്കിന് പകരമായിട്ട് അല്ലേ, അതായത് റീജനറേഷൻ വരാതിരിക്കും മറ്റേ സിമ്പിളായിട്ട് കുളുവായിട്ട് ഓടിപ്പോവാനായിട്ടാണ് നമ്മൾ റീജനറേഷൻ ഓഫ് ചെയ്യുന്നത്. അങ്ങനെ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് നിന്ന് കളയുന്നു. ഇതിപ്പം ആക്സിലറേറ്റർ എടുത്താൽ ഉടനെ നമ്മൾ ബ്രേക്ക് ചെയ്ത പോലെ ഒരു അപ്പോൾ എപ്പോഴും ആക്സിലേറ്റർ ചെറുതായിട്ട് ഇത് കൊടുത്ത് പോയിട്ട് വരുന്നതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം. പക്ഷേ നല്ല ഇറക്കം വരുമ്പോൾ നമുക്ക് വിട്ട് കഴിഞ്ഞാൽ ആ ഇതിലങ്ങ് പോവുകയും ചെയ്യും, ഒരു ബ്രേക്കോട് കൂടി. ഓക്കെ, സാധാരണ ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനത്തിനാവുന്ന പോലത്തെ ഒരു സർവീസ് കോസ്റ്റ് നമുക്ക് ഈ വാഹനത്തിനാവില്ല. സോ സർവീസ് സെന്ററിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ചേട്ടന്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ വളരെ പ്രൊഫഷണൽ ആയിരുന്നു. വേണമെങ്കിൽ പിക്കപ്പും ഡ്രോപ്പും അറേഞ്ച് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ ഫസ്റ്റ് സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ. 1 മന്ത് അല്ലെങ്കിൽ 1000 കിലോമീറ്റർ. 1000 കിലോമീറ്റർ ആയില്ല, 1 മന്തിൽ ചെയ്തു. ഓക്കെ, അതിന് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല. ഒട്ടും എക്സ്പെൻസ് ഒന്നും ആയിട്ടില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. അപ്പം നോർമലി ഒരു സർവീസ് ഇപ്പം ഫസ്റ്റ് സർവീസിനൊക്കെ ഫ്രീ ആണ്. ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടോ ഇതിന്? നമുക്ക് ഓയിൽ ചേഞ്ച് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നോർമലി ഇത്ര ടൈം എടുക്കുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ട എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇതിന് എൻജിൻ ഇല്ലെങ്കിലും ഇതിൻ്റെ ഡ്രൈവ് യൂണിറ്റിനകത്ത് ഓയിലുണ്ട്. ആ ഓയിലിന് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് സർവീസിന് അത് റീപ്ലേസ് ചെയ്യേണ്ടി വന്നില്ല. സെക്കൻഡ് സർവീസ് 6 മന്ത്സിൽ അത് ചെയ്യേണ്ടി വരും എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അല്ലെങ്കിൽ എത്ര കിലോമീറ്ററിലാണ്? 6 മന്ത്സ് ഓർ അതെനിക്ക് വലിയ ഐഡിയ ഇല്ല. ഓക്കെ, എന്തായാലും 6 മന്ത്സിലായിരിക്കും 10,000 ആണെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടത്തിൽ അത്രയും പോകും തോന്നുന്നില്ല. മിക്കവാറും 6 മന്ത്സിൽ നമുക്ക് സർവീസ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ അടുത്ത സ്ഥലങ്ങളിലാണ് പോകുന്നത്, പക്ഷേ സിറ്റി റൈഡാണ്. അപ്പം സിറ്റി ഡ്രൈവ് ആയതുകൊണ്ടുള്ള രീതിക്കാണ് യാത്ര. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായിരുന്നാലും നമുക്ക് സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. അതെ, അപ്പോൾ ഇതുവരെ സത്യം പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ചോദിച്ചാൽ ഇപ്പം ഷോറൂമിൽ ചെന്നപ്പോൾ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ സർവീസ് ചെയ്യുമ്പോൾ പ്ലസൻ്റ് ആണെന്ന് ചേട്ടൻ പറഞ്ഞു. ഷോറൂമിലെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? ഷോറൂം ഒക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നോ? ഇല്ല, ഇത് റെഡിലി അവൈലബിൾ ആണ്. വണ്ടി ഓൾറെഡി യാർഡിലുണ്ടായിരുന്നു. ബുക്ക് ചെയ്തു, 2 ആഴ്ചക്കുള്ളിൽ കിട്ടി. അപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ചേട്ടന് ഒട്ടും വെയിറ്റിംഗ് പീരീഡ് ഒന്നും വേണ്ടി വന്നില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ കിട്ടി. പക്ഷേ ഇപ്പോൾ വെയിറ്റിംഗ് പീരീഡ് 1 മന്ത് ഒക്കെ പറയുന്നുണ്ട്. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. ഷോറൂമിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. കാരണം ഞാനിത് എടുക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് ഒരു 1 ലക്ഷത്തോളം ഹയർ ആയിരുന്നു. ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രൈസ് കട്ട് അനൗൺസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് കൂടി. എന്നിട്ട് അവരെനിക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തരികയും ചെയ്തു. അത് ന്യൂ പ്രൈസിനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് പ്രൈസ് കട്ട് വന്നപ്പോഴത്തേക്ക് സഡൻലി എല്ലാവർക്കും ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ ഈ വാഹനം ഇപ്പോൾ ഇഷ്ടംപോലെ റോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം വണ്ടി റോഡിലുണ്ട്. ഓക്കെ, പിന്നെ ഈ വാഹനം ഇപ്പം എടുത്തിട്ട് ഇത്ര നാൾ ഓടിയിട്ട് എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട്? 2600 കിലോമീറ്റർ. ഫസ്റ്റ് സർവീസ് 1000 കിലോമീറ്ററിലാണ്. അപ്പം സ്ഥിരം എടുക്കുന്ന വേണം വാഹനമല്ലേ? ഏകദേശം എല്ലാ ദിവസവും എടുക്കും. ഓക്കെ, പക്ഷേ ഈ സിറ്റി റൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 8 കിലോമീറ്റർ ആ റേഞ്ചൊക്കെ ആയിരിക്കും ഒരു ദിവസം നമ്മൾ ഓടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ കുറഞ്ഞിരിക്കുന്നത്. സോ പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം ഈ വണ്ടി ചേട്ടനെടുത്തു, ഇതിനു മുമ്പ് പെട്രോൾ അങ്ങനെയൊക്കെ പലത് യൂസ് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് ഇതെടുക്കുമ്പോൾ എങ്ങനെയാണ് ആ വ്യത്യാസത്തെ മനസ്സിലാക്കുന്നത്? അതായത് നമുക്ക് ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? പോസിറ്റീവും നെഗറ്റീവും രണ്ടുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വണ്ടി വളരെ സ്മൂത്ത് ക്വയറ്റാണ്. അപ്പോൾ പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈബ്രേഷൻ, നോയ്സ് അങ്ങനെ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആണ്. ഒരു മ്യൂസിക് ഒക്കെ കേട്ടാൽ നല്ല സുഖമായിട്ട് പാട്ടൊക്കെ കേട്ട് ഒരു വൈബ്രേഷൻ ഇല്ലാതെ പോകാം. ഓക്കെ, അതാണ് ഒരു മേജർ പോസിറ്റീവ്. പിന്നെ ഉള്ള ഒരു മേജർ പോസിറ്റീവ് റണ്ണിങ് കോസ്റ്റ് ആണ്. ഞാനിപ്പോൾ ഈ 2600 കിലോമീറ്റർ ഓടിയതിൽ റണ്ണിങ് കോസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു 1 കിലോമീറ്ററിന് 0.9 റുപ്പീസാണ് വന്നിരിക്കുന്നത്. അത് ഒരു ICE വണ്ടിക്ക് അൺഇമാജിനബിൾ. അതെ, ഒരിക്കലും പറ്റില്ല. ഒന്നാമത് ഇപ്പോഴത്തെ പെട്രോൾ റേറ്റ് നമ്മുടെ വാഹനങ്ങളിലാവുന്ന കാശ് വെച്ച് നോക്കിയാൽ ഒന്നാമത് റോഡ് ഇപ്പോൾ മോശമായി കിടക്കുന്നു. അപ്പോൾ ഈ സിറ്റുവേഷനിലെല്ലാം ഇതിപ്പോൾ വളരെയധികം ലാഭമാണ്. അതെ, ഓക്കെ. പിന്നെ ഒരു പ്രോബ്ലം ഉള്ള റേഞ്ച് ആങ്സൈറ്റിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ
ചാർജ് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ വഴിയിലായി പോകുന്നുള്ളൊരു പേടി. അപ്പോൾ അത് ഇപ്പോൾ സിറ്റി വണ്ടി ആയതുകൊണ്ട് അങ്ങനെ വലിയൊരു പ്രോബ്ലം ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മളൊരു 20% ആകുമ്പോൾ എപ്പോഴും ചാർജ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ആ റിസ്ക് എടുത്ത് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ചാർജ് സ്റ്റേഷൻസ് അത്യാവശ്യം അവൈലബിൾ ആണോ നമുക്ക് സിറ്റിയിലുണ്ട്, ലുലു മോളിലുണ്ട്. പിന്നെ ഈ KCBയുടെ ചാർജിങ് പോയിന്റ്സ് പലയിടത്തും പോസ്റ്റിലുണ്ട്. ഇപ്പം ഞാനും ഈ അടുത്ത് ഈവൻ എൻ്റെ സ്ഥലത്ത് തന്നെ ഇവിടുന്ന് കുറച്ച് അത്യാവശ്യം ദൂരമാണ്, ആറ്റിങ്ങലിനടുത്താണ്. അവിടെയൊക്കെ തന്നെ അടുത്തൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാവില്ലായിരിക്കാം. ചാർജിങ് സ്റ്റേഷനിൽ എങ്ങനെയാണ് റേറ്റ്? ചാർജ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ലുലുവിൽ ചാർജ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലും ചാർജിങ് പോയിന്റ്. ഓക്കെ, അപ്പം പുറത്ത് ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനൊരു കോസ്റ്റ് വരുന്നത്? അത് പുറത്ത് ചാർജ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ്. ലുലുവിലെ GoECയുടെ ചാർജിങ് പോയിന്റ് ഉള്ളത് അവിടെ ഒരു യൂണിറ്റിന് 18 രൂപ വെച്ചത്. ഒരു യൂണിറ്റിന് 18 രൂപ. എന്നാലും ഇത് ചാർജ് ചെയ്യുന്നത് 17 യൂണിറ്റ് ആണ് വരുന്നത്. എന്നാലും മറ്റത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ പെട്രോൾ അടിക്കുന്ന വെച്ച് നോക്കിയാൽ കുറവാണ്. പക്ഷേ വീട്ടിലാവുമ്പോൾ നമുക്ക് യൂണിറ്റിനുള്ള ചാർജ് വെച്ച് നോക്കണമെങ്കിൽ ഇത് വളരെ കൂടുതലാണ്. ഇപ്പോൾ വീട്ടിൽ നമ്മളൊരു 400-300 യൂണിറ്റ് യൂസ് ചെയ്യുന്ന ഒരു 2 മാസത്തിൽ 300 യൂണിറ്റ് യൂസ് ചെയ്യുന്ന ഒരു സൈക്കിളാണെങ്കിൽ ഒരു യൂണിറ്റിന് 6 അല്ലെങ്കിൽ 8 രൂപയെ വരുള്ളൂ. അപ്പോൾ ആ കോസ്റ്റേ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഈ ചാർജ് മോഡ് എന്ന് പറഞ്ഞൊരു ഈ KCBയുടെ ചാർജിങ് പോയിന്റ് അവരുടേത് 11 രൂപയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പം ചേട്ടൻ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വന്നുകൊണ്ടിരുന്നതും ഇത് വന്നതിന് ശേഷമുള്ളൊരു വ്യത്യാസം നോക്കിയാൽ എങ്ങനെ ഫീൽ ചെയ്യുന്ന? അതായത് ഒരു മാസം ഇപ്പോൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം എനിക്ക് ചാർജ് ചെയ്യേണ്ടി വരാറുള്ളൂ. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു 15-16 യൂണിറ്റ് വെച്ച് വരും. അങ്ങനെ ഒരു മാസം 4 പ്രാവശ്യം. അപ്പോൾ ഒരു 60 മുതൽ 70 യൂണിറ്റ് വരെയാണ് ഒരു മാസം എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ആകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസേ വരുള്ളൂ. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ സ്ലാബ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വലിയൊരു ഇമ്പാക്ട് കാണുന്നില്ല. അതായത് ഈ 70 യൂണിറ്റ് ഇൻറ്റു ഈ 6 രൂപ അല്ലെങ്കിൽ 8 രൂപ ആ കോസ്റ്റ് വരും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി എടുത്തെന്ന് വെച്ചിട്ട് നമുക്ക് KSEB ബില്ലിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് ചെറിയൊരു 500 രൂപയുടെ വ്യത്യാസം വരും. 500 രൂപയുടെ വ്യത്യാസം. അത് പക്ഷേ 2 മാസം കൂടുമ്പോൾ 500 രൂപ എന്ന് പറയുമ്പോൾ അതൊന്നും വലിയ ചാർജ് അല്ല. ആക്ച്വലി അല്ലെങ്കിൽ ഒരാഴ്ച 2000 പെട്രോൾ അടിക്കണം. അതെ. ഒന്നാമത് സിറ്റി ഡ്രൈവ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമുക്ക് ലോങ് പോകുന്ന പോലത്തെ കിലോമീറ്റർ റേഞ്ച് കിട്ടില്ല. അപ്പോൾ ഒരു 10 താഴെയൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മളൊരു 18-20 കിട്ടുന്ന ഒരു വാഹനത്തിൽ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴാണ് ഈ കോസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ 2000 ചില്ലറ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാഹനത്തിന് മൈലേജ് കിട്ടുന്നത് ഒരു ലോങ് ഡ്രൈവിൽ നല്ലൊരു മൈലേജ് നല്ല റോഡാണെങ്കിൽ കിട്ടും. അതൊരു മിനിമം ഒരു 70-60 സ്പീഡിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരു 50 മെയിൻറ്റെയിൻ ചെയ്ത് പോയാലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ കിലോമീറ്റർ കണക്കാക്കിയാൽ ഒരു 2 കിലോമീറ്ററിനൊക്കെ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു പെട്രോൾ പോവേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് ചേട്ടന് കൂടുതലും പോസിറ്റീവ്സ് ആണ് പറയാനുള്ളത്, നെഗറ്റീവ്സ് വളരെ കുറവാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ചെറിയ വണ്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. നമ്മുടെ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻസ്, പാർക്കിംഗ് അവൈലബിലിറ്റി, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്കൊരു ഐഡിയൽ സൊല്യൂഷനാണ്. ഓക്കെ, ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? 3 പേരാണോ? ഞാനും വൈഫും മോനും ഉണ്ട്, പിന്നെ അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുമ്പം ഫാമിലി എല്ലാവരും കൂടെ പോകുന്നെങ്കിൽ 2 വണ്ടി എടുക്കണം, അല്ലെങ്കിൽ വേറെ. ഈ പ്രായമായവർക്ക് എങ്ങനെയാണ് ഈ വാഹനത്തിൽ? ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ആ സീറ്റ് ഡോറ് തുറക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു വേറൊരു ടൈപ്പാണ്. അപ്പോൾ കയറാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൂ. സീറ്റ് മൂവ് ചെയ്തിട്ട് വേണം കയറാനായിട്ട്. എൻ്റെ അച്ഛന് 75 വയസ്സായി, അച്ഛനും പുറകിലിരിക്കും. വലിയ ബുദ്ധിമുട്ടില്ല. ഡ്രൈവിംഗ് കംഫർട്ട് എത്രത്തോളം ബെറ്ററാണ് ചേട്ടന് ഇതിൽ? സ്മൂത്ത് റോഡാണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. കാരണം വൈബ്രേഷൻസ് ഇല്ല, നോയ്സ് ഇല്ല, സ്മൂത്തായിട്ട് പോകും. പിന്നെ ടയർ ചെറുതായതുകൊണ്ട് ബമ്പി റോഡ്സ് വരുമ്പോൾ നമ്മുടെ വലിയ വണ്ടികളിൽ കുറച്ചുകൂടെ സ്മൂത്ത് റൈഡ് ആയിരിക്കും. ഇതിൽ ആ ബമ്പ് കുറച്ചൊക്കെ ഫീൽ സ്വാഭാവികമായിട്ടും ടയറിന്റെ വ്യത്യാസം കൊണ്ടുള്ളത്. സസ്പെൻഷനൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ആണ്, നല്ലതാണ്. ബാക്കിലായിരുന്നാലും ഇഷ്യൂ ഇല്ല. ബാക്കിൽ ഞാൻ കുറച്ച് ദൂരം വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഗട്ടർ റോഡിൽ കൂടെ തന്നെ വന്നത്. എനിക്ക് ഒരു ഇലക്ട്രിക് കാറിൽ ഒരു വ്യത്യാസം എന്നുള്ള രീതിക്കൊന്നും ഫീൽ ചെയ്യും. നമ്മൾ നോർമൽ വാഹനങ്ങളിൽ വരുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ്. എന്നാൽ തീരെ സ്റ്റിഫറായിട്ടുള്ള സസ്പെൻഷനായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. കൊച്ചു ടയറാണെങ്കിൽ അങ്ങനെ ഒരു ഫീലൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഒരു 16 ഇഞ്ച് 17 ഇഞ്ചിലൊക്കെ സാധാരണ വരുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ സസ്പെൻഷൻ അത്രയും സോഫ്റ്റ് ആയതുകൊണ്ടാണ് ആ ഒരു ഇത് കിട്ടുന്നത്. സോ സസ്പെൻഷൻ അതിൽ മുമ്പ് ഞാൻ സീറ്റിലേക്ക് വന്നൊരു കാര്യം, ഫ്രണ്ടിലെ 2 സീറ്റിലും പക്ക കംഫർട്ടബിൾ ആണ്. ബാക്കിലെ സീറ്റിലിരിക്കുമ്പോൾ എങ്ങനെയാണ്? ബാക്കിലെ സീറ്റിൽ 3 പേർക്ക് ആക്ച്വലി ഇരിക്കാം. അധികം സൈസ് ഉള്ളവർ അല്ലെങ്കിൽ 3 പേർക്ക് ഇരിക്കാം. എന്നെ പോലുള്ളവർക്കെ ആണെങ്കിൽ 3 പേർക്ക് ഇരിക്കാം. ടോൾ ഡിസൈൻ ആയതുകൊണ്ട് ഹെഡ് റൂം ഉണ്ട്. പക്ഷെ നമ്മളെ വാഗണറൊക്കെ പോലെ ഒരു ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. പിന്നെ ആ പുറകിൽ ഒരു വലിയ ഗ്ലാസ് കൂടി ഉള്ളതുകൊണ്ട് പുറകിൽ ഡോർ ഇല്ലാത്തതിൻ്റെ ആ ഒരു എഫക്റ്റ് അങ്ങനെ
പക്ഷെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റിൻ്റെ ലെങ്ത്ത് കുറവാണ്. അപ്പോൾ നമ്മുടെ തൈ സപ്പോർട്ട് അത്ര നല്ലതല്ല. അപ്പോൾ പുറകിലിരിക്കുമ്പോൾ ഇപ്പോൾ അഡൽട്ട്സ് ആണെങ്കിൽ ഒരു മേ ബി ഒരു 5-10 കിലോമീറ്റർ ആണെങ്കിൽ കുഴപ്പമില്ല. അതിൽ കൂടുതൽ ഇരിക്കുകയാണെങ്കിൽ കാല് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലൊരു കാര്യമുള്ളത്, ഈ വണ്ടി പ്രോപ്പർലി പറഞ്ഞ പോലെ തന്നെ ഇതൊരു സിറ്റി റൈഡിന് മാത്രമുള്ളൊരു വാഹനം എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ അല്ല. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ദൂരം ഇപ്പം 200 എന്നൊക്കെ പറയുമ്പോൾ മേ ബി ഒരു 100 കിലോമീറ്ററൊക്കെ ഓടുന്ന ഒരാളാണെങ്കിൽ ബാക്കിൽ ആൾ കൂടുതൽ ഇരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഹൈറ്റ് കൂടിയ ആളുകളാണെങ്കിലാണ് കൂടുതൽ ഇഷ്യൂ വരുന്നത് അല്ലേ. പിന്നെ ഇതിൽ ബാക്കിൽ വിൻഡോസ് നമുക്ക് താഴ്ത്താനോ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്നതല്ല, സ്റ്റേബിളാണത്. പക്ഷേ ഫ്രണ്ടിലത് രണ്ടും ഇതാണ് പവർ വിൻഡോസാണ്, അത് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ വണ്ടിയിലെ ബാക്കി കാര്യങ്ങൾ നോക്കണേ, ഇപ്പോൾ ഒരു മ്യൂസിക് സിസ്റ്റം അങ്ങനെയൊക്കെ ക്വാളിറ്റി നോക്കിയാൽ എന്ത് ഫീൽ ചെയ്യുന്നു? മ്യൂസിക് സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള സിസ്റ്റമാണ്, എംജിയുടെ തന്നെ സിസ്റ്റമാണ്. ഒരു സിംഗിൾ സ്ക്രീനാണ് മ്യൂസിക് സിസ്റ്റം. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. വാവ്, ഗ്രേറ്റ്. ഇൻസ്ട്രുമെന്റ് കൺസോൾ എല്ലാം കൂടി ഒറ്റ സ്ക്രീനാണ് ഈ ടോപ്പ് വേരിയന്റിൽ. ഓക്കെ. അപ്പം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ സ്പീക്കർ ക്വാളിറ്റി കേട്ടല്ലോ, അത്ര എക്സലന്റ് എന്ന് പറയാനില്ല, പക്ഷേ അത്യാവശ്യം ഓക്കെ. ഞാൻ കേട്ട ക്വാളിറ്റി ആണെങ്കിൽ മോശമല്ലാത്ത ക്വാളിറ്റിയാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഭയങ്കര സൂപ്പറായിട്ട് ഭയങ്കര പ്രീമിയം ആയിട്ട് നല്ല ബേസ് നല്ല ഒരു ഇമ്പാക്റ്റോട് മ്യൂസിക് കേൾക്കുന്ന അങ്ങനെ ഒരു ടൈപ്പല്ല. പക്ഷേ എന്നാലും അത്യാവശ്യം മോശമല്ലാത്ത ഒരു ക്വാളിറ്റി ഉള്ളതാണ്. നമ്മുടെ നല്ല കോസ്റ്റിൽ വാങ്ങുന്ന പല വാഹനങ്ങളുടെയും മ്യൂസിക് ക്വാളിറ്റിയെ പറ്റി ഞാൻ തന്നെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കണമെങ്കിൽ അത്രത്തോളം മോശമെന്നേ പറയാനില്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി. ഒരു നോർമൽ ആളിന് കേൾക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് മറ്റേ ഇടിച്ചു മുഴക്കിയൊക്കെ പോകണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ മാത്രം കുറച്ച് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ കാര്യം അല്ലേ. ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത എല്ലാവരുടെയും ഒരു പേടി എന്ന് പറയുന്നത്, മിക്കവാറുള്ളവർ പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ ഒന്നാമത് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇങ്ങനത്തെ ഒരു വാഹനം എടുക്കുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ നമുക്കത് കിട്ടുന്നത് എന്നു വെച്ചാൽ നമ്മൾ കുറേ സ്പാൻ ഓഫ് ടൈമിൽ ഓടിച്ച് നമുക്ക് പെട്രോളിൻ്റെ ചാർജ് മുതലാക്കണം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി എത്ര കാലം കൂടുമ്പോൾ റീപ്ലേസ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്? 8 വർഷമാണ് അവർ പറയുന്ന വാറണ്ടി. അപ്പോൾ 8 വർഷം വരെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് അവർ പറയുന്ന ഒരു ഗ്യാരണ്ടീഡ് കപ്പാസിറ്റി, അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ അവർ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. റീപ്ലേസ് ചെയ്ത് തരും വിത്തൗട്ട് എനി കോസ്റ്റ്. അതാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ആ ഒരു അത്രയും ഏജ് ഉള്ള വണ്ടി ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല അല്ല. എന്നാലും അവരിപ്പോൾ പറയുന്നത് ഇങ്ങനെ വാറണ്ടി 8 വർഷം. ഓക്കെ. അപ്പോൾ ഈ 8 വർഷം കൊണ്ട് നമ്മൾ ഈ പെട്രോൾ കോസ്റ്റ്, വണ്ടിയുടെ കോസ്റ്റ് മുതലാവും. അതാണ് എക്സ്പെക്ടേഷൻ. മീൻസ് വീട്ടിലിട്ടേക്കാനാണെങ്കിൽ കാര്യമില്ല, പക്ഷേ നിങ്ങൾ വാഹനം ഓടിക്കാൻ എടുക്കുന്ന ആളാണ്. അപ്പോൾ വാഹനം ഓടിക്കുന്ന ആൾക്കേ എപ്പോഴും ഇതുകൊണ്ട് ഉപയോഗമുള്ളൂ. ഇപ്പോൾ ഡീസൽ വണ്ടിയാണെങ്കിൽ ആഴ്ചയിൽ 50 കിലോമീറ്ററെങ്കിലും ഓടിയിരിക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം എടുക്കുന്ന ഒരാളിന് സ്ഥിരമായിട്ട് അതേപോലെ ഓടുന്ന ഒരാളാണെങ്കിൽ എന്തായിരുന്നാലും കോസ്റ്റ് മുതലാവും അല്ലേ. ഇതിൻ്റെ ഒരു ബാറ്ററി കോസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? കോസ്റ്റ് ഞാൻ അന്വേഷിച്ചിട്ടില്ല. സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ആയിരിക്കണം. കാരണം ഇപ്പം ഞാൻ മറ്റേ ഹൈറൈഡറുടെ ഹൈബ്രിഡ് മോഡലാണെങ്കിൽ പോലും അതിൻ്റെ കോസ്റ്റ് 7 lakhs എന്നാണ് എന്നോട് ഒരു യൂസർ പറഞ്ഞത്. അത് ഷോറൂമിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ റേറ്റ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് പക്ഷേ ഹൈബ്രിഡ് മോഡലാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നാലും കുറച്ചുകൂടി കോസ്റ്റ് ആവാനോ അല്ലെങ്കിൽ മിനിമം ആ ഒരു റേഞ്ചിൽ നിൽക്കേണ്ട ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് 8 വർഷത്തിന് ശേഷം ചിന്തിച്ചാൽ മതി എന്നുള്ള കാര്യമാണ്. അതെ, അതും 8 വർഷം ആകുമ്പം അത് അങ്ങനെ പ്രശ്നം ഉണ്ടാവണമെന്ന് ഉറപ്പില്ല. ഓക്കെ, അപ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ അപ്പോഴത്തെ കാര്യം. ഓക്കെ. ഇനി ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ നെക്സോൺ EV ഒക്കെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അതിന് നമുക്കൊരു ചാർജിങ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. അത് വീട്ടിൽ ഫിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം ഈ വണ്ടിയിലും അതേപോലെ തന്നെയാണോ, അത് കമ്പനി പ്രൊവൈഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അതെ, അതായത് ഇത് സ്ലോ ചാർജിങ് ആയതുകൊണ്ട് ഇതിന്റെ ചാർജറിന്റെ പ്ലഗ് നോർമൽ 15 പ്ലഗ് ആണ്. സ്പെഷ്യൽ പ്ലഗിന്റെ ആവശ്യമില്ല. അപ്പം നമ്മുടെ നോർമൽ വീട്ടിലെ പ്ലഗിൽ കണക്ട് ചെയ്ത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷേ എന്നാലും വണ്ടി വരുമ്പോൾ വണ്ടിയുടെ കൂടെ ഒരു ചാർജിങ് ബോക്സും അതിന്റെ പ്ലഗ് പോയിന്റും എല്ലാം വരും. അത് ഫ്രീ ഓഫ് കോസ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ഒന്ന് ഇൻസ്റ്റാളും ചെയ്തു തരും. അതിന് വേറെ എക്സ്പെൻസസ് ഒന്നുമില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യും, ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യും. ഓൺലി തിങ് ഇസ് നമ്മൾ അവർ ആദ്യം സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്യും. സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ക്വാളിറ്റി, എർത്തിങ്ങിൻ്റെ ക്വാളിറ്റി എല്ലാം മെഷർ ചെയ്യും. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം ശരിയാക്കണം. ഓക്കെ. നമ്മുടെ വയറിംഗ് പ്രോപ്പർ അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യണം, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വേറെ ചിലവൊന്നുമില്ല. അവർ തന്നെ വന്ന് എല്ലാം ചെയ്യും, പ്രോപ്പർലി ആക്കിയിട്ട് പോകും. ചെയ്യുമ്പോൾ അതിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അത് തന്നെയല്ല, ഏത് 15 amp സോക്കറ്റിലും ഇത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. ഓക്കെ. സോ അപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് 3 ഫേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. വേണമെന്ന് നിർബന്ധമില്ല. നോർമൽ ഒരു ചാർജിങ് ഇതുണ്ടാൽ മതി. നമ്മുടെ വീട്ടിൽ തന്നെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, കമ്പനി ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അതിലൊന്നും വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അത് പക്ഷേ വന്നാൽ അവർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യോ അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യമെല്ലാം സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ
സംസാരിച്ചിട്ടില്ല. അതിലാകെ ഒരു പ്ലഗ് പോയിന്റും സ്വിച്ചും ഒരു സർക്യൂട്ട് ബ്രേക്കർ മാത്രമേ ഉള്ളൂ. അങ്ങനെ അഡ്വാൻസ് ടെക്നോളജി. ഇനി അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും അവരെ വിളിച്ചാൽ അവർ വരാൻ തയ്യാറാണ്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു. നെക്സോണിൻ്റെ ഇപ്പോഴത്തെ വാഹനത്തിനെ അല്ല, പഴയ വാഹനം, മുമ്പത്തെ വാഹനത്തിൽ കുറേ കംപ്ലയിൻറ്റ്സ് പലരും പറയുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചാർജിങ് ഫെയിലിയർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂസ്. ഇതിലിപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ചെയ്യുന്ന സ്ലോ ചാർജിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുറത്ത് പോയിരുന്നാലും സ്ലോ ചാർജിങ് യൂണിറ്റിലാണ് ചെയ്യുന്നത്. ഓർ ഫാസ്റ്റ് ചാർജിങ് കണക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? അങ്ങനെയല്ല, ഇതിനിപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ഇതിൻ്റെ തന്നെ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ഒരു 15 ആംപ് സോക്കറ്റ് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പോർട്ടിന് ചേരുന്ന ഒരു കണക്ടർ ഉപയോഗിച്ച് ഉള്ളത് ഈ കണക്ടർ, അത് ടൈപ്പ് 2 കണക്ടർ എന്ന് പറയും. അപ്പോൾ ടൈപ്പ് 2 കണക്ടറിന് ഇതിലും ഹയർ റേറ്റ് പോസിബിൾ ആണ്. പക്ഷേ ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റിൽ അത് ചാർജ് ചെയ്യും. ഓക്കെ, അപ്പം അത് കൂടുതൽ പവർ വന്നാൽ ഇതിന് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് ആ രീതിക്ക് ചാർജ് ആവും എന്നുള്ളത്, ആ പവർ അത് എടുക്കും. ഓക്കെ, അതുകൊണ്ട് വേറെ ദോഷം. ഓക്കെ, അപ്പം ഇതിന് ചേട്ടന് ഇപ്പം ഇതുവരെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂയോ അല്ലെങ്കിൽ ഇപ്പം എന്തായാലും 6 months യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് എന്നിരുന്നാലും ഇതുവരെ യൂസ് ചെയ്തതിൽ എന്തെങ്കിലും ഇതേപോലെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് എന്തെങ്കിലും വന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂസ് ആയിട്ട് എന്തെങ്കിലും, ഇപ്പോൾ ലൈറ്റ് കത്താത്ത പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഒന്നും മനസ്സിലായി. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 2 പ്രാവശ്യം, അത് വൈഫൈ വഴി ഓവർ ദി എയർ അപ്ഡേറ്റ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വേറെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ചാർജ് ചെയ്തതിലും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പ്രോപ്പർലി ചാർജ് ആവുന്നുണ്ട്. ഇതുവരെ അതിൽ കണക്ഷൻ ഫെയിലിയർ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ ഡ്രൈവ് മോഡ്സ്. അപ്പോൾ നമുക്കിപ്പം ഡ്രൈവ് മോഡ് മാത്രമല്ല, ഇപ്പം നമ്മൾ ഗിയർ മാറി പോകുന്ന പോലെ അല്ലല്ലോ. അപ്പം ഡ്രൈവ് ഇടുന്നു, ന്യൂട്രൽ ഇടുന്നു, റിവേഴ്സ് പാർക്കിംഗ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. സോ അതിലെന്തെങ്കിലും മിസ്സായിട്ട് പോകുന്ന സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓർ അത് പ്രോപ്പർലി വീഴുന്നുണ്ടോ? ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ ടോട്ടലി പറഞ്ഞാൽ ചേട്ടൻ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഹാപ്പിയാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച് മേടിച്ച വണ്ടിയാണ്. എൻ്റെ എക്സ്പെക്ടേഷൻസ് എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് ടാറ്റയുടെ ഇപ്പം ടിയാഗോ പോലത്തെ വാഹനം എടുത്തവരോട് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അവർക്ക് പറ്റിയൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആദ്യം കുറേ പേർക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ വാഹനം ചിലപ്പോൾ ബെറ്റർ ആയി കാണും. മെയിനായിട്ടും ടിയാഗോ അല്ല, ടിഗോറിൻ്റെ കാര്യം വന്നപ്പോഴായിരുന്നു കുറേ ഇഷ്യൂസ്. മേ ബി അവരിപ്പോൾ കവർ ചെയ്ത് കാണും. കാരണം എന്തായിരുന്നാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. കാരണം അടുത്ത ഉടനെ തന്നെ നമുക്ക് ടാറ്റ നെക്സോൺ EVയുടെ പുതിയ മോഡലിൻ്റെ ഒരു റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ പഴയതിൽ എന്തൊക്കെ അത് കവർ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങൾ വന്നാൽ ഈവൻ താഴത്തെ വണ്ടിയിലും കുഴപ്പമില്ല. ബട്ട് ഇതിലിപ്പോൾ എന്തായാലും കേൾക്കുമ്പോൾ സന്തോഷം. കാരണം പുതിയ വാഹനങ്ങൾ എടുത്തവർക്കായിരുന്നു മറ്റേതിലൊക്കെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് കേട്ടിരുന്നത്. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇതുവരെ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല. ഞാൻ കൊമറ്റിൻ്റെ യൂസേഴ്സ്, പുള്ളിയുടെ മാത്രമല്ല മറ്റ് പലരോട് ചോദിച്ചപ്പോഴും എല്ലാവരും ഇതുവരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. പലർക്കും ചിലപ്പോൾ ലുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയൊക്കെ പലതും പറയുമായിരിക്കാം. അത് ഓരോരുത്തരുടെ ഇൻഡിപെൻഡൻ്റ് അഭിപ്രായങ്ങളാണ്. പക്ഷേ അല്ലാതെ ആരും ഇതുവരെ ഒരു നെഗറ്റീവ് അഭിപ്രായം എന്നോട് പറഞ്ഞിട്ടില്ല ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ. ഞാൻ കുറേ പേരോട് സംസാരിച്ചു, റോഡിൽ കാണുന്നവരോടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ഉള്ള റിവ്യൂവിൽ നിന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാറ്. ഇനി ഈ വണ്ടിയുടെ ഒരു ഓവറോൾ സ്പേസ് കാര്യങ്ങൾ ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ ബൂട്ട് സ്പേസിനെ പറ്റി ചോദിച്ചാൽ എന്താണ്, നമുക്ക് സാധനം വയ്ക്കാനൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ടോ? അല്ലെങ്കിൽ സ്പേസ് വളരെ കുറവാണ്. കാരണം ബാക്കിൽ ലെഗ് റൂമിന് വേണ്ടിയിട്ട് അവർ സീറ്റ് പുറകോട്ടാണ് വെച്ചത്. അപ്പോൾ ബൂട്ട് സ്പേസ് ഒരു ഇത്ര സ്പേസേ ഉള്ളൂ ബൂട്ടിൽ. അപ്പോൾ നമുക്കൊരു 2-3 ലാപ്ടോപ്പ് ബാഗ് വെക്കാം. അല്ലാതെ വലിയൊരു സ്യൂട്ട് കേസ് അങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. 50-50 രണ്ടുപേര് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സാധനം കൂടുതൽ വെക്കാം. 3 പേര് ഇരിക്കുകയാണെങ്കിൽ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് വെക്കാം. 3 പേര് ഇരിക്കുമ്പോൾ ഒരു സീറ്റ് മാത്രം, സ്പ്ലിറ്റ് സീറ്റ് ആയതുകൊണ്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ ബൂട്ട് സ്പേസ് ആക്ച്വലി കുറവാണ്. പക്ഷേ ഇതേപോലെ ഒരു 2 പേരോ 3 പേരോ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ കുറച്ചുകൂടി സ്പേസ് കൂട്ടാം. പിന്നെ നമുക്കറിയാം ലോങ് ഡ്രൈവിന് പോകുന്നവർക്കാണ് കൂടുതലും സ്പേസ് വെക്കേണ്ട ആവശ്യം. പക്ഷേ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമേജിലാണ് നിങ്ങൾ വണ്ടി എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അതനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. പിന്നെ EV വാഹനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. എന്തുകൊണ്ട് കൊമറ്റിലോട്ട് പോയി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചെറിയ വണ്ടി വേണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രൈമറി റിക്വയർമെൻറ്റ്. അതായത് നമുക്ക് നമ്മുടെ ട്രാഫിക്കുള്ള റോഡിൽ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും, ഏത് ചെറിയ റോഡിലും പോവാം. അതായിരുന്നു എൻ്റെ പ്രൈമറി റിക്വയർമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉണ്ടായിരുന്ന 2 ഓപ്ഷൻസ് ടിയാഗോയും കോമറ്റാണ്. ടിയാഗോക്കാട്ടിലും ഒതുങ്ങിയ വാഹനം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, എന്തായിരുന്നാലും ഇതുവരെ ഉള്ളതിൽ നല്ലൊരു തീരുമാനമാണ് ചേട്ടൻ എടുത്തതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒരുവിധം നമ്മൾ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും അറിയേണ്ടതായി ഉണ്ടാവും.
ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതിനുള്ള ഉത്തരങ്ങൾ കുര്യൻ ചേട്ടനോട് ചോദിച്ച് പറയേണ്ടതാണെങ്കിൽ ഞാൻ ചോദിച്ച് പറയാം, അല്ല ഷോറൂമിൽ ചോദിച്ച് പറയേണ്ട വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ സ്ഥിരമായി പറയുന്ന പോലെ അതിനു മുമ്പ് കുര്യൻ ചേട്ടന് ഞാനൊരു നന്ദി പറഞ്ഞോട്ടെ. കുര്യൻ ചേട്ടാ വളരെ നന്ദി. കാരണം നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം പ്രോപ്പറായിട്ടുള്ള ഉത്തരം തന്ന്, അതേപോലെ തന്നെ ചേട്ടൻ അത്യാവശ്യം ദൂരെയാണ്, പക്ഷേ പുള്ളി ഇന്ന് ബാണത്തിൽ കുറേ ദൂരം വന്നിട്ടൊക്കെയാണ് ഇപ്പോൾ ഒരു പ്ലേസ് കണ്ടുപിടിച്ച് റിവ്യൂ ഒക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനെല്ലാം എനിക്ക് ഫുൾ സപ്പോർട്ട് തന്ന ആളാണ്. അപ്പോൾ ഡ്രൈമോട്ടോയുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന പോലെ, സ്ഥിരമായി ചെയ്യുന്ന പോലെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. ടീം ഡ്രൈമോട്ടോ ഈസ് സൈനിങ് ഓഫ് ടുഡേ. ബൈ ബൈ.